ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ബ്രഹ്മാണ്ഡം എന്ന വാക്കിന് പര്യായമായി മാറിയ ഒരേ ഒരു പേര് എസ് ശങ്കർ എന്നായിരിക്കും. തമിഴ് സിനിമയെ മദ്രാസിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വളർത്തുകയും സാങ്കേതികമായി ഇന്ത്യൻ സിനിമയെ ഹോളിവുഡ് നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത ഈ സംവിധായകൻ യഥാർത്ഥത്തിൽ ഒരു വിഷണറിയാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മുതൽ അഴിമതിയും സാമൂഹിക അനീതികളും വരെ തന്റെ സിനിമകളിലൂടെ ചർച്ച ചെയ്ത ശങ്കർ അവയെല്ലാം തന്നെ വിസ്മയിപ്പിക്കുന്ന വിഷ്വൽസ് കൊണ്ട് അവതരിപ്പിച്ചു. എസ് രാജമൗലിക്ക് മുമ്പ് തന്നെ പാൻ ഇന്ത്യൻ എന്ന ആശയം പ്രാവർത്തികമാക്കിയ സംവിധായകനാണ് അദ്ദേഹം. കുംഭകോണത്തെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തിയ ശങ്കറിന്റെ ജീവിതം ഒരു സിനിമാ കഥ പോലെ തന്നെ ത്രില്ലിംഗ് ആണ്. വലിയ വിജയങ്ങളും റെക്കോർഡുകളും ഒപ്പം പാഠം പഠിക്കേണ്ട വലിയ വീഴ്ചകളും നിറഞ്ഞ ഈ ജീവിതയാത്ര നമുക്ക് വിശദമായി പരിശോധിക്കാം. തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ് ശങ്കർ ജനിച്ചത്. സിനിമ എന്ന വർണ്ണലോകം അദ്ദേഹത്തിന് ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം ജീവിക്കാനായി അദ്ദേഹം ഒരു ടൈപ്പ് റൈറ്റിംഗ് കമ്പനിയിൽ ക്വാളിറ്റി സൂപ്പർവൈസറായി ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ ആ ജോലിക്കിടയിലും അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ സിനിമയായിരുന്നു. തുടക്കത്തിൽ സംവിധാനത്തെക്കാൾ അഭിനയത്തോടായിരുന്നു ശങ്കറിന് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്. നാടകങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹം കോമഡി വേഷങ്ങൾ ചെയ്യുകയും സ്വന്തമായി ഡയലോഗുകൾ എഴുതി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ നാടകാനുഭവങ്ങളാണ് അദ്ദേഹത്തിലെ കലാകാരനെ രൂപപ്പെടുത്തിയത്. ശങ്കറിന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായത് നടൻ വിജയുടെ പിതാവായ പ്രശസ്ത സംവിധായകൻ എസ് എ ചന്ദ്രശേഖറുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഒരിക്കൽ ശങ്കറിന്റെ നാടകം കാണാനിടയായ എസ് എ ചന്ദ്രശേഖർ ആ യുവാവിന്റെ പ്രകടനത്തിലും സംഭാഷണ രചനയിലുമുള്ള മികവ് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ശങ്കറിനെ തന്റെ സിനിമയിലേക്ക് തിരക്കഥാ സഹായിയായി ക്ഷണിച്ചു. അഭിനയിക്കാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ശങ്കർ ആ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നാൽ സിനിമയിലെത്തിയ ശങ്കറിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. പൂവും പുയലും വസന്തരാഗം തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ലഭിച്ചുവെങ്കിലും അതൊന്നും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയില്ല. അഭിനയത്തെക്കാൾ തനിക്ക് ശോഭിക്കാൻ കഴിയുക സംവിധാന രംഗത്താണെന്ന് അദ്ദേഹം പതിയെ തിരിച്ചറിഞ്ഞു. തുടർന്ന് എസ് എ ചന്ദ്രശേഖർ, പവിത്രൻ തുടങ്ങിയ സംവിധായകരുടെ കീഴിൽ ഏകദേശം 17ഓളം സിനിമകളിൽ സഹസംവിധായകനായി അദ്ദേഹം പ്രവർത്തിച്ചു. കഠിനമായ ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. ഒരു സമയത്ത് പണത്തിന് അത്യാവശ്യം വന്നപ്പോൾ താൻ വലിയ പ്രതീക്ഷയോടെ എഴുതിയ ഒരു കഥ വെറും 25,000 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കേണ്ടി വന്ന ഗതികേട് പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇതാണോ എന്റെ വിധി എന്ന് ശങ്കർ ചിന്തിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അവ. ദീർഘകാലത്തെ സഹസംവിധാന അനുഭവത്തിന് ശേഷം സ്വതന്ത്ര സംവിധായകനാകാൻ ശങ്കർ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹം തയ്യാറാക്കിയ കഥകൾ കേൾക്കാൻ നിർമ്മാതാക്കൾ തയ്യാറായിരുന്നില്ല. അക്കാലത്ത് വിപണിയിൽ ആക്ഷൻ മസാല സിനിമകൾക്കായിരുന്നു ഡിമാൻഡ്. എന്നാൽ ശങ്കർ മുന്നോട്ട് വെച്ചത് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ സംസാരിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കഥയായിരുന്നു. പ്രശസ്ത എഴുത്തുകാരൻ ജയകാന്തന്റെ ആരാധകനായിരുന്ന ശങ്കർ ആ സിനിമയ്ക്ക് ആദ്യം JK എന്നായിരുന്നു പേരിട്ടിരുന്നത്. പലരും നിരസിച്ച ആ തിരക്കഥ ഒടുവിൽ നിർമ്മാതാവ് KT കുഞ്ഞുമോന്റെ അടുത്തെത്തി. കുഞ്ഞുമോൻ ആ കഥയിലെ സ്പാർക്ക് തിരിച്ചറിഞ്ഞു. അങ്ങനെ 1993 ജെന്റിൽമാൻ എന്ന സിനിമ ജനിച്ചു. ആദ്യം കമലഹാസനെ നായകനായി ആലോചിച്ചിരുന്നെങ്കിലും കഥയിലെ ബ്രാഹ്മണ പശ്ചാത്തലവും രാഷ്ട്രീയവും കാരണം കമൽ പിന്മാറി. ഒടുവിൽ ആക്ഷൻ കിങ് അർജുൻ നായകനായി എത്തി. AR റഹ്മാന്റെ മാന്ത്രിക സംഗീതവും ശങ്കറിന്റെ ചടുലമായ ആഖ്യാന ശൈലിയും ചേർന്നപ്പോൾ ജെന്റിൽമാൻ തമിഴ് സിനിമയിലെ ഒരു വിപ്ലവമായി മാറി. പണം വാങ്ങി വിദ്യാഭ്യാസം വിൽക്കുന്നതിനെതിരെ പോരാടുന്ന ആധുനിക റോബിൻഹുഡിന്റെ കഥ പ്രേക്ഷകർ ഏറ്റെടുത്തു. ആദ്യ സിനിമയിലൂടെ തന്നെ ഫിലിംഫെയർ അവാർഡ് നേടിയ ശങ്കർ താനൊരു സാധാരണ സംവിധായകനല്ലെന്ന് തെളിയിച്ചു. ജെന്റിൽമാന്റെ വിജയത്തിന് ശേഷം ശങ്കർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 90കളിൽ തമിഴ് സിനിമ കണ്ട ഏറ്റവും വലിയ ഹിറ്റുകൾ ശങ്കറിന്റെ സൃഷ്ടികളായിരുന്നു. കാതലൻ, പ്രഭുദേവയെ നായകനാക്കി ഒരുക്കിയ ഈ റൊമാന്റിക് ത്രില്ലർ സാങ്കേതിക മികവിന്റെ പര്യായമായിരുന്നു. AR റഹ്മാന്റെ മുക്കാല മുക്കാബല എന്ന ഗാനം ഇന്ത്യയൊട്ടാകെ തരംഗമായി. വിഷ്വൽ എഫക്റ്റുകളും ഗ്രാഫിക്സും ഇന്ത്യൻ സിനിമയിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ഈ ചിത്രം കാണിച്ചു തന്നു. ശങ്കറിന്റെ കരിയറിലെ നാഴികക്കല്ലായിരുന്നു കമലഹാസൻ നായകനായ ഇന്ത്യൻ. അഴിമതിക്കെതിരെ പോരാടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ സേനാപതി എന്ന കഥാപാത്രം ഇന്ത്യൻ പ്രേക്ഷകരുടെ മനസാക്ഷിയെ തൊട്ടുണർത്തി. ഈ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ഹോളിവുഡിലെ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് മൈക്കൽ വെസ്റ്റ്മോറിനെയാണ് ശങ്കർ കൊണ്ടുവന്നത്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി പ്രോസ്തെറ്റിക് മേക്കപ്പ് ഇത്രയും ഫലപ്രദമായി ഉപയോഗിച്ച സിനിമ വേറെ ഉണ്ടാകില്ല. ആ വർഷം ഓസ്കാറിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയായി ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ വെച്ച് ഗാനങ്ങൾ ചിത്രീകരിക്കുക എന്ന വലിയ സ്വപ്നമാണ് ജീൻസ് എന്ന സിനിമയിലൂടെ ശങ്കർ സാക്ഷാത്കരിച്ചത്. അക്കാലത്തെ ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ സിനിമയായിരുന്നു ഇത്. ഏകദേശം 70 കോടി രൂപയോളം ചെലവഴിച്ചു. ഐശ്വര്യ റായും പ്രശാന്തും അഭിനയിച്ച ഈ ചിത്രം ശങ്കർ എന്ന സംവിധായകന്റെ ഗ്രാൻഡ്യൂർ ചിന്താഗതിയുടെ ഉദാഹരണമായിരുന്നു. ഒരു ദിവസം മുഖ്യമന്ത്രിയായാൽ എന്ത് സംഭവിക്കുമെന്ന ഒറ്റവരി ആശയത്തിൽ നിന്നാണ് മുതൽവൻ എന്ന ക്ലാസിക് സിനിമ ഉണ്ടായത്. അർജുൻ നായകനായ ഈ പൊളിറ്റിക്കൽ ത്രില്ലർ ഇന്നും TV ചാനലുകളിൽ വരുമ്പോൾ പ്രേക്ഷകർ ആവേശത്തോടെ കാണുന്നു.
രഘുവരൻ അവതരിപ്പിച്ച മുഖ്യമന്ത്രി കഥാപാത്രവും അർജുന്റെ റിപ്പോർട്ടർ വേഷവും തമ്മിലുള്ള അഭിമുഖം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രംഗങ്ങളിൽ ഒന്നാണ്. പിന്നീട് ഇത് ഹിന്ദിയിൽ നായക് എന്ന പേരിൽ റീമേക്ക് ചെയ്തപ്പോഴും വലിയ ചർച്ചയായി. പുതിയ സഹസ്രാബ്ദത്തിലും ശങ്കർ തന്റെ പരീക്ഷണങ്ങൾ തുടർന്നു. 2003 പുറത്തിറങ്ങിയ ബോയ്സ് അക്കാലത്തെ യുവത്വത്തെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. പുതുമുഖങ്ങളെ വെച്ച് ചെയ്ത ഈ സിനിമയിൽ ടൈം ഫ്രീ സാങ്കേതിക വിദ്യ മാട്രിക്സ് സിനിമയിൽ ഉപയോഗിച്ച അതേ വിദ്യ ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ പരീക്ഷിച്ചു. ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് നേടിയതെങ്കിലും AR റഹ്മാന്റെ സംഗീതം വലിയ ഹിറ്റായി. 2005 പുറത്തിറങ്ങിയ അന്യൻ ശങ്കറിന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വിക്രം എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളായിരുന്നു അന്യനിലെ അമ്പി, റമോ, അന്യൻ എന്നിവർ. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസികാവസ്ഥയെ ഗരുഡ പുരാണവുമായി ബന്ധിപ്പിച്ച് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാക്കി മാറ്റിയ ശങ്കറിന്റെ പ്രതിഭ ഇവിടെ തിളങ്ങി. 120-ലധികം ക്യാമറകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഫൈറ്റ് സീനുകൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. സംഗീത സംവിധായകൻ ഹാരിസ് ജയരാജുമായുള്ള ശങ്കറിന്റെ ആദ്യ കൂട്ടുകെട്ടും ഈ സിനിമയിലായിരുന്നു. ശങ്കറിന്റെ കരിയറിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയങ്ങൾ പിറന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തുമായി ഒന്നിച്ചപ്പോഴാണ്. 2007 പുറത്തിറങ്ങിയ ശിവാജി ദ ബോസ് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു. കള്ളപ്പണത്തിനെതിരെയുള്ള പോരാട്ടം സ്റ്റൈലിഷായി അവതരിപ്പിച്ചപ്പോൾ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ തമിഴ് ചിത്രമായി ഇത് മാറി. തുടർന്ന് 2010 പുറത്തിറങ്ങിയ എന്തിരൻ ഇന്ത്യൻ സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. രജനീകാന്ത് ചിട്ടി എന്ന റോബോട്ടായി എത്തിയപ്പോൾ സ്ക്രീനിൽ കണ്ടത് ഹോളിവുഡ് നിലവാരത്തിലുള്ള ദൃശ്യവിരുന്നാണ്. ജുറാസിക് പാർക്ക്, അവതാർ തുടങ്ങിയ സിനിമകളിൽ പ്രവർത്തിച്ച ലെഗസി ഇഫക്ട്സ് ആണ് ഇതിലെ അനിമട്രോണിക്സ് കൈകാര്യം ചെയ്തത്. ഇന്ത്യൻ സിനിമയ്ക്ക് സാങ്കേതികമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത സിനിമയായിരുന്നു എന്തിരൻ. ശങ്കർ എന്ന സംവിധായകന്റെ വിജയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച അദൃശ്യ ശക്തി പ്രശസ്ത എഴുത്തുകാരൻ സുജാത രംഗരാജനായിരുന്നു. ശങ്കറിന്റെ ഭൂരിഭാഗം ഹിറ്റ് സിനിമകൾക്കും ഇന്ത്യൻ, മുതൽവൻ, ശിവാജി, എന്തിരൻ, അന്യൻ തുടങ്ങിയവയ്ക്ക് സംഭാഷണം എഴുതിയത് സുജാതയായിരുന്നു. സങ്കീർണമായ ശാസ്ത്രീയ വിവരങ്ങളും സാമൂഹിക രാഷ്ട്രീയവും സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി എന്നാൽ മൂർച്ചയോടെ അവതരിപ്പിക്കാൻ സുജാതയ്ക്ക് കഴിഞ്ഞിരുന്നു. 2008 സുജാതയുടെ മരണം ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത നഷ്ടമായിരുന്നു. സുജാതയുടെ അഭാവം ശങ്കറിന്റെ പിന്നീടുള്ള സിനിമകളുടെ തിരക്കഥയിൽ പ്രകടമായി തുടങ്ങി. സിനിമകളുടെ ദൃശ്യഭംഗി കൂടുമ്പോഴും കഥയിലെ ആത്മാവ് നഷ്ടപ്പെടുന്നതായി പ്രേക്ഷകർക്ക് തോന്നി തുടങ്ങി. 2012 വിജയെ നായകനാക്കി ചെയ്ത നൻപൻ വലിയ വിജയമായെങ്കിലും അത് ശങ്കറിന്റെ സ്വന്തം സൃഷ്ടിയായിരുന്നില്ല. 2015 വിക്രമിനെ നായകനാക്കി പുറത്തിറങ്ങിയ വിഷ്വലായി അതിശയിപ്പിക്കുന്നതായിരുന്നുവെങ്കിലും തിരക്കഥയിലെ കെട്ടുറപ്പില്ലായ്മ വിമർശിക്കപ്പെട്ടു. 2018 എന്തിരന്റെ രണ്ടാം ഭാഗമായി വന്ന 2.0 സാങ്കേതികമായി മികച്ചതായിരുന്നുവെങ്കിലും ആദ്യ ഭാഗത്തിനുണ്ടായിരുന്ന വൈകാരികമായ കണക്ഷൻ പ്രേക്ഷകർക്ക് ലഭിച്ചില്ല. അമിതമായ ബഡ്ജറ്റും ഗ്രാഫിക്സിലുള്ള അമിത ശ്രദ്ധയും തിരക്കഥയുടെ ഒഴുക്കിനെ ബാധിച്ചു തുടങ്ങിയെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. ശങ്കറിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണ് ഇന്ത്യൻ 2 എന്ന ചിത്രത്തിലൂടെ സംഭവിച്ചത്. 1996 ഇറങ്ങിയ ഇതിഹാസ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ഈ പ്രൊജക്ട് ആരംഭിച്ചത്. എന്നാൽ തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഈ സിനിമയെ വേട്ടയാടി. ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ ക്രെയിൻ അപകടം, കോവിഡ് മഹാമാരി, നിർമ്മാതാക്കളുമായുള്ള തർക്കങ്ങൾ, ബഡ്ജറ്റ് പ്രശ്നങ്ങൾ, നടന്മാരുടെ ലഭ്യതക്കുറവ് എന്നിവ കാരണം വർഷങ്ങളോളം സിനിമ മുടങ്ങിക്കിടന്നു. ഒടുവിൽ 2024 തിയേറ്ററുകളിൽ എത്തിയപ്പോൾ വലിയ നിരാശയാണ് ചിത്രം സമ്മാനിച്ചത്. കാലഹരണപ്പെട്ട കഥ, വിരസമായ അവതരണം, സേനാപതി എന്ന കഥാപാത്രത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ശങ്കറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി ഇത് മാറി. ഇന്ത്യൻ 2വിന്റെ നിർമ്മാണ തടസ്സങ്ങൾക്കിടയിൽ അദ്ദേഹം തെലുങ്കിൽ രാം ചരണിനെ നായകനാക്കി ഗെയിം ചേഞ്ചർ എന്ന ചിത്രം പൂർത്തിയാക്കാൻ ശ്രമിച്ചു. കാർത്തിക് സുബ്ബരാജിന്റെ കഥയിൽ ഒരുങ്ങിയ ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയിലും ശങ്കറിന്റെ പഴയകാല മാജിക് പൂർണ്ണമായി കാണാൻ കഴിഞ്ഞില്ലെന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു. സ്റ്റീവൻ സ്പിൽബർഗിനോടും SS രാജമൗലിയോടും താരതമ്യം ചെയ്യപ്പെട്ട ഒരു സംവിധായകന് നേരിടേണ്ടി വന്ന വലിയ തിരിച്ചടിയായിരുന്നു ഈ കാലഘട്ടം. സിനിമ എന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അവിടെ ജയവും പരാജയവും സ്വാഭാവികമാണ്. ഇന്ന് ചില തിരിച്ചടികൾ നേരിടുന്നുണ്ടെങ്കിലും ശങ്കർ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ ആർക്കും നിഷേധിക്കാനാവില്ല. പ്രാദേശിക ഭാഷാ സിനിമകൾക്ക് ആഗോള വിപണി തുറന്നു കൊടുത്തതും 200 കോടി 500 കോടി ക്ലബ്ബുകൾക്ക് വഴിയൊരുക്കിയതും ശങ്കറിന്റെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളാണ്. ഇന്ന് പ്രേക്ഷകരുടെ അഭിരുചി മാറിയിരിക്കുന്നു. അവർക്ക് വലിയ വിഷ്വൽസിനേക്കാൾ ഉപരി ശക്തമായ, ലളിതമായ, ഉള്ളിൽ തട്ടുന്ന കഥകളാണ് വേണ്ടത്. വലിയ ബഡ്ജറ്റും CGIയും മാത്രം ഒരു സിനിമയെ വിജയിപ്പിക്കില്ലെന്ന സത്യം ശങ്കർ തിരിച്ചറിയേണ്ടതുണ്ട്. ബഡ്ജറ്റ് കുറച്ച് ശക്തരായ എഴുത്തുകാരെ കൂടെ കൂട്ടി തന്റെ പഴയ ശൈലിയിലുള്ള സോഷ്യൽ ത്രില്ലറുകളിലേക്ക് അദ്ദേഹം മടങ്ങി വന്നാൽ ഈ പ്രതിഭയ്ക്ക് ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. വേൽപ്പാരി എന്ന നോവലിനെ ആസ്പദമാക്കി വരാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ശങ്കറിന് ശക്തമായൊരു തിരിച്ചുവരവ് നൽകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ ചരിത്ര പുസ്തകത്തിൽ ശങ്കർ എന്ന പേര് എക്കാലവും സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഒന്നായിരിക്കും. എല്ലാവർക്കും നന്ദി.